വിജേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ഇന്ന് ആദ്യം കൊടുത്ത വാർത്തയാണ്. ഒരുപക്ഷെ നമ്മൾ മാത്രമേ അത് മലയാളത്തിൽ ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആഹ് ലിബിയയിൽ വീണ്ടും ഒരു വലിയ ദുരന്തം നടന്നിരിക്കുകയാണ്. ഈ ദുരന്തം എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുന്ന ദുരന്തമാണ് കേട്ടോ. 65 യാത്രക്കാരുമായി പോയ ഒരു അനധികൃത കുടിയേറ്റക്കാരുമായി പോയ ഒരു ബോട്ട് ലിബിയയിൽ മുങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഈ ബോട്ടിൽ ഭൂരിഭാഗം യാത്രക്കാരും പാകിസ്ഥാൻ യാത്രക്കാരാണ്. ഈ MOFA പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രിപ്പോളിയിലെ പാക് എംബസിയിലെ നിന്നും ഔദ്യോഗിക പ്രസ്താവന വന്നു. അവിടെ നിന്ന് ഒരു സംഘം ഇവിടേക്ക് പോകുന്നുണ്ട്, ഈ സ്ഥലത്തേക്ക്. ഇതെന്ന് പറഞ്ഞാൽ ലിബിയൻ നഗരമായിട്ടുള്ള സാർബിയയിലെ വടക്ക് പടിഞ്ഞാറ് മാർസാഡല്ല എന്ന് പറഞ്ഞ തുറമുഖത്തു നിന്നാണ് ഈ 65 യാത്രക്കാർ പോയത്. അവിടെ നിന്നാണ് ഈ ബോട്ട് മുങ്ങിയിരിക്കുന്നത്. ഇവര് ഗെയിമിന് പോയതാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ ഈ ലിബിയയിൽ യൂറോപ്പിലേക്ക് കുടിയേറാൻ പോകുന്ന അനധികൃത കുടിയേറ്റത്തിനായിട്ട് പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കോഡ് നെയിമാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ അതുവഴിയാണ് പോയത്. നമുക്കറിയാം, ഈ സെൻട്രൽ മെഡിറ്ററേനിയൻ റൂട്ടിലൂടെ യൂറോപ്പിലേക്ക് അനധികൃതമായി കുടിയേറാനുള്ള ഗേറ്റ് വേ ആണ് ലിബിയ. അതുകൊണ്ടാണ് ഈ ലിബിയയിലേക്ക് ആൾക്കാർ പോകുന്നത്. യഥാർത്ഥത്തിൽ ലിബിയയിലേക്ക് വരുന്ന ദുബായിൽ വരും, ദുബായ് വഴി ഈജിപ്ത്, ഈജിപ്ത് വഴി ലിബിയ, ലിബിയയിൽ നിന്ന് യൂറോപ്പ്. ഇങ്ങനെയാണ് ഈ കുടിയേറ്റത്തിന്റെ ഒരു റൂട്ട് വരുന്നത് എന്ന് പറയുന്നത്. നേരത്തെയും നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു, അതും എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമായിരിക്കും കൊടുക്കുന്നത്. അതായത് ഈ ലിബിയയില് ഈ ബംഗ്ലാദേശികൾ ബോട്ട് മുങ്ങി അന്തരിച്ച് 27 ബംഗ്ലാദേശികളുടെ മൃതദേഹങ്ങളാണ് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ കരയ്ക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മൃതദേഹം അഴുകിയിട്ടാണ് കരയ്ക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ലിബിയൻ കടൽ തീരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൃതദേഹങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമുക്ക് കാണാനായിട്ട് ഇപ്പൊ സാധിക്കുന്നത്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത് തോന്നുന്നില്ല? നമ്മുടെ രാജ്യത്ത് ഈ ലോകത്തെമ്പാടും നിന്നിട്ട് ഈ ജനങ്ങൾ പല ഇടങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇപ്പോ ഈ നമ്മുടെ ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ കുടിയേറി ഈ മലേഷ്യയിൽ എന്തായാലും ലിബിയ അല്ല. കാരണം 2011 വരെ ഗദ്ദാഫി ഭരിച്ച ലിബിയ അറിയാം. ലോകത്തെ തന്നെ 4ാമത്തെ വലിയ അറബ് രാജ്യമാണ് ലിബിയ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ലിബിയ. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത ലിബിയയുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്നി മുസ്ലിംസ് ആണ്. 97%, 96-97% മുസ്ലിംസ് ഉള്ള രാജ്യമാണ്. മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷ രാജ്യമാണ്. 96% ഈ സുന്നികൾ ഉള്ള രാജ്യമാണ് ലിബിയ. അപ്പോ ഈ രാജ്യത്ത് നിന്ന് നടക്കുന്ന കാര്യങ്ങൾ വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കാറില്ല, അതിനെ കുറിച്ച് ആരും പറയാറുമില്ല. അപ്പോ നമ്മൾ കഴിഞ്ഞ കുറച്ചാണ് മുമ്പ്, എനിക്ക് ന്യൂസിന്റെ മകളാണ് അത് കൊടുത്തത്, ഒരു 1.5 മാസം 2 മാസം മുമ്പാണ് ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ കയറിപ്പോയ ഒരു ബോട്ട് അവർ ഈ മലേഷ്യയിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഭയങ്കര നിലവിളിയാണ്. ഇവിടുന്ന് അവരെ പുറത്താക്കരുത്, അവരെ വെക്കണം, അവർക്ക് അത് കൊടുക്കണം, ഇത് കൊടുക്കണം. അവരുടെ ഈ മുസ്ലിം രാഷ്ട്രമായ മലേഷ്യയിലേക്ക് 300ഓളം വരുന്ന റോഹിംഗ്യകള് ഒരു ബോട്ടിൽ കയറി. ആദ്യം അവര് പറഞ്ഞിരുന്നു ഇന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് കേട്ടില്ല. അവസാനം അവർ ആ ബോട്ട് മുക്കി. ഇന്നും ആ 300 പേരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. റോഹിംഗ്യകളായിട്ട് ചോദിക്കാനും പറയാൻ ആരുമില്ല. ഒരു രാജ്യം അതിനോട് ചോദിക്കാൻ വേണ്ടി വരില്ല. പകരം എവിടെയെങ്കിലൊക്കെ കടന്നു കൂടിക്കഴിഞ്ഞാൽ അവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പല രാജ്യങ്ങളും വരും. അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യയിലോട്ട് കടന്നുകൊണ്ടിപ്പോഴാണ് ബംഗ്ലാദേശ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അവർക്കൊരു രാജ്യം ഉണ്ടാകുന്നവർ നിങ്ങൾ അവരെ സംരക്ഷിക്കും എന്ന് പറയും. അപ്പൊ ഇത് ഇവിടെ നടക്കുന്ന കഥ. ഇനി മറ്റൊരു കടത്തുണ്ട് ഇതില്. ഈ ചൈന എങ്ങനെയാണ് ഉയ്ഗുർ മുസ്ലിങ്ങളെ ഒരു പരിധിവരെ കൊല്ലുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ് കൊലപ്പെടുത്തുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇവര് ഈ ഉയ്ഗുറുകൾ പാകിസ്ഥാനിലെത്തുകയും പാകിസ്ഥാൻ വഴി തുർക്കിയിലെത്തുകയും തുർക്കി വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ തുർക്കിയാണ് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. അപ്പൊ തുർക്കിയിലാണെങ്കിൽ മതി, അവിടെ മതി, സ്വസ്ഥതയോടെ കഴിയാമല്ലോ. കാരണം ഈ ചൈനയുടെ ഒരു വലിയ സ്വസ്ഥത ഉള്ളത് കൊണ്ട് കഴിയാമെന്നുള്ള ഇതാണ്. അപ്പൊ ഇവർ ഈ പാകിസ്ഥാൻ വഴി കടന്നു പോകുന്ന ഇവരെ ഒറ്റുന്നത് മുഴുവൻ പാകിസ്ഥാൻ സൈന്യമാണ്. അതോടൊപ്പം തന്നെ ഈ പാകിസ്ഥാനിലുള്ള യുവാക്കള് ഉയ്ഗൂർ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അതിനുശേഷം അവരെ കടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് വഴിക്ക് വെച്ച് പിടിക്കപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ ഈ പാകിസ്ഥാൻ സൈന്യം ഇത് കണക്കുള്ള ഉയ്ഗൂറുകളെ പിടിച്ചിട്ട് ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ അവരൊന്നും ചെയ്യില്ല. പകരം അവർ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ അതിർത്തിയിൽ കൊണ്ട് ഇവരെ തുറന്നു വിടും. അപ്പൊ ഈ പാക് ചൈന ബോർഡറിന്റെ അതിർത്തി കടന്ന അവിടെ ഈ പാക് സൈന്യം വെടിവെച്ച് കൊണ്ടുവരും. അതായത് ഇവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞാ നിങ്ങളെ റിലീസ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് പൊക്കോ എന്ന് പറയുന്നു. ഇവർ പോകുന്നു, വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെയുണ്ട്. അപ്പം കുടിയേറ്റത്തിന് ആരും അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാൻ അനുവദിക്കുന്നില്ല. അവിടെയാണ് ഇന്ത്യയിൽ കുടിയേറ്റം വേണം, ഇവിടെ പൗരത്വ ഭേദഗതി കൊടുത്ത് ഇവരെ പൗരത്വം കൊടുത്ത് തിരുത്തണം എന്ന് പറയുന്നതിന്റെ ഇത്. ഇതിപ്പോ മലേഷ്യയിൽ നടന്നിട്ടുണ്ട്. മലേഷ്യക്ക് മുസ്ലിം രാഷ്ട്രമാണ്. ഇപ്പൊ ലിബിയയിലേക്ക് പോകുന്ന 2ാമത്തെ ആക്രമണം. ഏതാണ്ട് 65ഓളം പേരാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിബിയയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുടിയേറുന്നു. ഒരുപക്ഷെ ഇത് ലിബിയയാണോ ഈ കുടിയേറ്റം തടഞ്ഞത്, അതോ ഇതേപോലെ ഈ മലേഷ്യയിൽ അടക്കമുള്ള ഈ ഇതുപോലുള്ള ബോട്ടുകൾ മുക്കുന്നതിന് പിന്നിൽ ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ പങ്ക് ഇതിനകത്ത് ഉണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്.
കാരണം അവർ നേരിട്ട് വന്ന് മുക്കുന്നതല്ല. അവരൊരു പക്ഷേ ഈ ലിബിയൻ സൈന്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിനോ ഒരു കാര്യമാണോ എന്നും. കാരണം ഈ അമേരിക്കയ്ക്ക് ഇതിൽ യൂറോപ്യൻ കൺട്രീസിന് നന്നായി അറിയാം ഇത് ലിബിയയിലേക്ക് പോകുന്ന ആളുകളല്ല, ലിബിയയ്ക്ക് നന്നായി അറിയുന്ന ആളുകളല്ല. അപ്പൊ സ്വാഭാവികമായി അങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ ലിബിയ പോലെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെ ഒരു ഭരണകൂടമോ അല്ലെങ്കിൽ സിസ്റ്റമോ ഇല്ലാത്ത ഒരു രാജ്യത്ത് ഇതും ഇതിന്റെ അപ്പുറം ഒരു വിഷയം നടന്നേക്കാം. നമ്മുടെ ഒരു സംശയം മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ലോകത്തെമ്പാടുമുള്ള ഒരു കുടിയേറ്റം, ആ കുടിയേറ്റം മുൻകാലങ്ങളിൽ കുടിയേറ്റം ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ കുടിയേറിയവരാണ് ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഇന്ത്യക്കാരടക്കം തമിഴന്മാരടക്കം കുടിയേറിയിട്ടുണ്ട്. ആ കുടിയേറിയവരൊക്കെ ആ രാജ്യത്തിന് വലിയ എന്താ പറയുന്നത് കാര്യങ്ങളാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. അവരവിടെ വലിയ സ്വർഗം തന്നെ പടുത്തുയർത്തിയിട്ടുണ്ട്. അവർ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി പോയവരായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള കുടിയേറ്റക്കാർ അങ്ങനെയല്ല. അവർ പ്രത്യേകിച്ച് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സംഘങ്ങളുമൊക്കെ ഇതുപോലുള്ള കുടിയേറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഓരോ രാജ്യം പിടിച്ചെടുക്കാനുള്ള നീക്കം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതുമുതലാണ് ഓരോ രാജ്യങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. ഈ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ട്രംപ് ഒടുവിൽ തീരുമാനിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ്. അതല്ലാതെ മുൻകാലങ്ങളിൽ ഇത്തരം കുടിയേറ്റക്കാരെ അവർ പിടിക്കുകയോ പുറത്താക്കുകയോ ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നു. ആ വാർത്തയില് UAE അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ചാൽ പിഴ അടക്കണം, ജയിലിൽ കിടക്കണം, സ്വന്തം പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് ചെയ്തോ എന്ന് ചോദിച്ചാൽ ആരും വാർത്ത ചെയ്തു. കാരണം അത് UAE ആണ്, അറബ് കൺട്രിയാണ്. അറബ് കൺട്രിയെ കുറിച്ച് ആർക്കും പറയാനില്ല. ഇതിലൊക്കെ മാന്യം ട്രംപ് ആണെന്ന് പറയേണ്ടി വരും. കാരണം പിടിച്ചകത്തിട്ടിട്ട് അയാളുടെ കയ്യിലെ പൈസ മുടക്കി ഇവിടെ അത് പറ്റില്ല. അവിടെ പിടികൂടി കഴിഞ്ഞാൽ പിഴ അടയ്ക്കണം. ഒന്ന്, അമേരിക്കയിൽ പിഴ അടയ്ക്കണം. രണ്ടാമത്തെ കാര്യം, സ്വന്തം കയ്യിലെ പൈസ എടുത്ത് വേണം ഇന്ത്യയിലേക്ക് പോകാൻ. അമേരിക്കയിൽ സ്വന്തം കയ്യിലെ പൈസ എടുത്തിട്ട് അവർ കൊണ്ടുവരും. അതിനാണ് ഇവിടെ കിടന്ന് തുള്ളിയത്. ഇപ്പോഴെന്താ തുള്ളാത്തതിന്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ വാർത്ത അപ്പോൾ സ്വാഭാവികമായി നമ്മൾ UAE വാർത്ത ചെയ്യേണ്ടി വരും. UAE വാർത്ത ആരും ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ വാർത്ത നമ്മൾ പ്രതിപക്ഷ പാർട്ടികളടക്കം ആരും മിണ്ടാത്തതിന്റെ കാരണം. അല്ലാതെ അവരിത് വിട്ടിട്ടൊന്നുമല്ല. ഇനി ഇതുപോലുള്ള ഏജൻസികൾ ലോകമെമ്പാടുമുണ്ട്. മനുഷ്യക്കടത്ത്, മനുഷ്യന്റെ എപ്പോഴും ഒരു വലിയ ആഗ്രഹം പ്രതീക്ഷയും പ്രത്യാശയമാണ്. ഇപ്പൊ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പോകുന്ന ആളുകളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരൊരു പക്ഷെ ആ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നവരായിരിക്കും. പക്ഷെ ഇന്ത്യ കണക്ക് ഒരു രാജ്യത്ത് എന്തുകൊണ്ട് അവർ പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാൻ കഴിയാത്തത്. അത് ഒരു കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യം. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അവതാരകരിരുന്ന് പറയുന്നത് കേട്ട് അവർ കൂടുതൽ മെച്ചപ്പെട്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇവന്മാരെന്താ പോകാത്ത, ഇവന്മാർക്ക് സ്വാതന്ത്ര്യം വേണ്ടി ചർച്ച നടത്തുന്നത്. കൂടുതൽ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഗതി പിടിക്കാത്തത് കൊണ്ടാണ് പോകാത്തത് എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ആ ചർച്ച കണ്ടായിരുന്നു. ഇന്ത്യയിൽ ഗതി പിടിക്കാത്തത് കൊണ്ട് 1 കോടി രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഏജന്റുമാർക്ക് കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. 1 കോടി രൂപ ഏജന്റുമാർക്ക് കൊടുത്തിട്ട്. ഇനി വലിയൊരു കാര്യങ്ങളുണ്ട് ധനുഷ്. ഈ മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഇവരാരും ചതിയിൽപ്പെട്ടവരല്ല. എനിക്ക് പഞ്ചാബിൽ ഒരു സുഹൃത്തുണ്ട്, ഞാൻ അവരോട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ മലയാളിയാണ് അവർ. അപ്പൊ അവര് പറയുന്നത് ഈ അവിടെ പഞ്ചാബിൽ കൂണ് പോലെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള വിസ ശരിയാക്കി തരാനുള്ള ബോർഡ് വെച്ചിട്ട് ആളുകൾ ഇരിപ്പുണ്ട്. അതായത് ലീഗലി തന്നെ അവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. അമേരിക്കയിൽ എത്തിക്കാം. പക്ഷെ അവരതിന്റെ എല്ലാ റിസ്ക്കും പറയുന്നുണ്ട്. ഇവർക്കൊരു ട്രെയിനിങ് അല്ല, ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പോകുമ്പോൾ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, നിങ്ങൾ നടക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാ റിസ്ക്കും ഇവരെ പറഞ്ഞിട്ടാണ്. അതായത് തട്ടിപ്പുകാരാണെങ്കിൽ അവർ ആ മാന്യത കാണിക്കുന്നുണ്ട്, അല്ലാതെ വെറുതെ കടത്തി വിടുകയല്ല. ഈ റിസ്ക് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കടത്തി വിടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിൽ പോകാൻ പറയും പണം കൊടുത്തവരല്ല. ഈ റിസ്കുകളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഈ വഴികളിലൂടെയാണ് പോകുന്നത്, ചിലപ്പോൾ നിങ്ങളെ പീഡിപ്പിക്കപ്പെട്ടേക്കാം, നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം, ഇതെല്ലാം പറഞ്ഞിട്ടാണ് വിടുന്നത്. അതും കേട്ടിട്ടാണ് ഈ സ്വർഗം തേടി പോകുന്നതും ഇതേപോലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ ലോകത്തെമ്പാടും ഇപ്പൊ നമ്മളിപ്പോൾ ഈ എന്തുകൊണ്ടായിട്ട് ധനുഷ് ആദ്യം തന്നെ സൂചിപ്പിച്ചു, നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമേ ഈ വാർത്ത കൊടുക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ മറ്റുള്ളവരൊന്നും കൊടുക്കാത്തതിന് കാരണം ഇതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാണ് അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളാണ്. അവിടെ നിന്ന് അത്തരം വാർത്തകൾ കേൾക്കാൻ ആർക്കും സുഖമല്ല. കോൺഗ്രസ് ആയാലും മറ്റു പ്രതിപക്ഷ പാർട്ടികളും. അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത. അല്ലാതെ ഇപ്പോൾ ഈ അമേരിക്കയിൽ നിന്ന് ട്രംപ് ആളെ അങ്ങോട്ട് ഇറക്കി വിട്ടതിൽ എന്താണ് ഇപ്പൊ സ്വിച്ച് ഇട്ട കണക്ക് എന്തുകൊണ്ടാണ് ആ കോലാഹലം കെട്ടടങ്ങിയത്? നമ്മുടെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല, നമ്മുടെ പൊളിറ്റീഷ്യൻസ് അത് ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് UAE. അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ച് അകത്തിടുന്നുണ്ട്. പിഴ അടച്ചാലേ പുറത്തിറങ്ങാൻ കഴിയൂ. പുറത്തിറങ്ങി സ്വന്തം പൈസയ്ക്ക് നാട്ടിൽ പോകണം. അത് ചർച്ചയാകാതിരിക്കുക. ഒപ്പം ഈ ലിബിയയിൽ നടക്കുന്ന ഈ ദുരന്തം ചർച്ചയാകാതിരിക്കുക. സ്വാഭാവികമായിട്ട് ചോദിക്കും, 96% സുന്നി വിഭാഗമുള്ള മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ കടത്തിവിടുന്നില്ല? വോട്ടുമുങ്ങിയാണല്ലോ ഭരിക്കുന്നത്. മലേഷ്യ എന്തുകൊണ്ട് റോഹിംഗ്യകൾക്ക് 300ഓളം വരുന്ന റോഹിംഗ്യകളെ വോട്ടുമുട്ടേണ്ടി വന്നു? അവർക്ക് അഭയം കൊടുക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ ഉയർത്തേണ്ടി വരുന്നു. ഈ പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ആണല്ലോ ചേട്ടാ ലിബിയയിൽ വഴി കൂടുതൽ കുടിയേറാനായിട്ട് ശ്രമിക്കുന്നത്. അതെന്താണ് ഇവര് കൂടുതലും
ആ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കയിലേക്ക് കുടിയേറാനായിട്ട് ഇത്ര അനധികൃത മാർഗങ്ങളിലേക്ക് ശ്രമിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, യൂറോപ്പിലേക്ക് ഇവർക്ക് പ്രവേശനമില്ലേ ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും നേരായ മാർഗത്തിൽ? രണ്ടാമത്തെ കാര്യം, ഇവരുടെ രാജ്യം വളരെയധികം പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കുടിയേറ്റത്തിനായി പോകാനുള്ള ഒരു കാശ് വേണമല്ലോ. അതൊക്കെ ഉള്ള ആൾക്കാരാണോ? അതായത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള ആൾക്കാരാണോ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് അങ്ങോട്ടേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത്? ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഈ അമേരിക്ക കണക്കുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് ആൾക്കാരെ അവരെടുക്കുന്നത് ക്വാളിഫൈഡ് ആൾക്കാരെ മാത്രമേ അവരെടുക്കൂ. അവിടെ വന്ന് ജോലി ചെയ്യാൻ തക്ക ക്വാളിഫിക്കേഷൻ ഉള്ളവർ, ക്വാളിഫൈഡ് ഉള്ളവർ അവർ നേരായ മാർഗത്തിൽ വിസ കൊടുക്കുന്നുണ്ട്. അവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന പാവങ്ങളോട് പറയുന്ന കാര്യം, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, അതിർത്തി കടക്കുമ്പോൾ നിങ്ങളെ പോലീസ് പിടികൂടും, 6 മാസം ജയിലിലിടും, 6 മാസം കഴിഞ്ഞ് തുറന്നു വിടും, പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അവിടെ ജീവിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവരെ വിടുന്നത്. ഇവിടെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ 1 കോടി രൂപ മുടക്കി അമേരിക്കയിൽ പോകുന്ന ഒരുത്തിന് ആ 1 കോടി രൂപ നമ്മുടെ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 60,000 രൂപ അവന് മാസം പലിശ കിട്ടും. അവൻ ജീവിക്കേണ്ടവന് സുന്ദരമായി ജീവിക്കാൻ കഴിയും. അപ്പോ ഈ ഒരു മെച്ചപ്പെട്ട സുഖ സൗകര്യങ്ങളും വലിയ പണക്കാരും ഒക്കെ സ്വപ്നം കണ്ടാണ് ഇവർ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ പോകുന്നത്. ഓൾറെഡി ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഇപ്പോൾ അറബ് കൺട്രീസ് പോലും ആൾക്കാരെ എടുക്കുന്നില്ല. അതായത് നേരായ മാർഗത്തിലുള്ള റിക്രൂട്ട്മെന്റ് പോലും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇപ്പൊ അവർ വളരെയധികം വെട്ടിക്കുറച്ചിരിക്കുകയാണ് അറബ് കൺട്രീസ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർക്ക് സ്കില്ല് ഉള്ളവരല്ല. അതാണ് അവരുടെ വേറൊരു പ്രശ്നം. ഈ സ്കില്ല് ഇല്ലാത്തവരും അങ്ങനെ മറ്റുള്ളവരുമാണ് ഈ നൂണ്ട് കയറുന്നതിൽ മെയിൻ ആയിട്ട് പോകുന്നത്. ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നേരായ മാർഗമുണ്ട്. അവിടെ പോകണമെങ്കിൽ അവർക്ക് ആ ഒരു നേരായ മാർഗത്തിൽ പോകാൻ കഴിയാതെ നൂണ്ട് കയറുന്നവരാണ്. അപ്പൊ നൂണ്ട് കയറുന്നവരെ നമുക്ക് നമ്മൾ ഒരു ഗതികേടിന് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ഇപ്പൊ പാകിസ്ഥാനും ബംഗ്ലാദേശിനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഈ ഒരു ആദ്യ കാലങ്ങളൊക്കെ അവർ യൂറോപ്പിൽ അനവധി കുടിയേറിയിരുന്നു, പ്രത്യേകിച്ച് ബ്രിട്ടനിലൊക്കെ. ബ്രിട്ടനിൽ അവിടെ മേയർ തന്നെ ഒരു വംശജനാണ്. അപ്പം അങ്ങനെയൊക്കെ അവര് കുടിയേറിയിരുന്നു ഒരുപാട് പേര്. ഗൾഫ് കൺട്രീസിൽ ഇവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നു. അന്ന് ഇവരോടൊക്കെ ഒരു സ്നേഹം ഈ അറബ് രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഗൾഫ് കൺട്രീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് മാറിയിരുന്നു. കാരണം അവരുടെ ജയിലറകളിൽ മുഴുവൻ കിടക്കുന്നത് ഈ ബംഗ്ലാദേശിയും പാകിസ്ഥാനും ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റിങ് വളരെ കുറച്ചിരിക്കുന്നു അവർ, അതായത് ബംഗ്ലാദേശിയുടെയും പാകിസ്ഥാനും. കാരണം ആ രാജ്യത്തിന് ഇപ്പൊ മതം പുഴുങ്ങി നിന്ന് ജീവിക്കാൻ പറ്റത്തില്ല. പകരം അവിടെ പണിയെടുക്കുന്നവർ വേണം, അവിടെ ക്രിമിനൽസ് ഇല്ലാതെ കൊണ്ടുവരണം. അപ്പൊ അതുകൊണ്ട് ഒഴിവാക്കി യൂറോപ്യൻ കൺട്രീസ് ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ പോകുന്നത്, ഇത്രയും പണം മുടക്കി ഇവർ പോകുന്നത് എന്ത് റിസ്ക് പഠിക്കും? ഇത് രണ്ട് രീതിയിലാണ് പണം മുടക്കുക. ഒന്ന്, എങ്ങനെയെങ്കിലുമൊക്കെ പണം ഒപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റത് ഈ കാരിയർമാരായിട്ടുണ്ട്, അതായത് ഭീകര സംഘടനകളുടെ മറ്റുമൊക്കെ മയക്കുമരുന്നോ അല്ലെങ്കിൽ വെപ്പൺസോ ഒക്കെ ഈ അതിർത്തി വഴി കടത്തി കൊണ്ടുപോകുന്ന കാരിയേഴ്സ് ആയിക്കൊണ്ട് പോകുന്നവരുമുണ്ട്. അവർക്ക് വലിയ പണം മുടക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ കൊടുക്കുന്ന ഈ മയക്കുമരുന്നും മറ്റുമൊക്കെ അതിർത്തിയിലൂടെ കടത്തിയാൽ മതി. കടത്തുക എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. അപ്പൊ ഇവരുടെ കയ്യിൽ കൊടുക്കുന്ന ഈ ബാഗുകളും മറ്റുമൊക്കെ ഇവരെങ്ങനെയെങ്കിലും അക്കരെ കടത്തിക്കോളും. ഈ മാഫിയ ടീമുകൾക്ക് അത് സംബന്ധിച്ച് ലാഭകരമാണ്, റിസ്ക് എടുക്കണ്ട, അവിടെ ആളുകൾ മരിക്കുന്നില്ല, ഇതുങ്ങളെ ഈ ചാവേറോടൊക്കെ വിടാൻ പറ്റും, മരക്കരെ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അവിടം വരെ ഉൽപ്പന്നം അവിടെ എത്തി. അങ്ങനെ പോകുന്നവരുണ്ട്. അങ്ങനെ അനവധി മാർഗങ്ങളിൽ പോകുന്നവരുണ്ട്. ഈ പിന്നെ കപ്പലിലും മറ്റുമൊക്കെ, ഈ കപ്പലല്ല, ബോട്ട്, ഫിഷിംഗ് ബോട്ടുകളിലാണ് ഈ കൂടുതലും പോകുന്നത്. അതായത് ഫിഷിംഗ് ബോട്ടുകാരനൊരു ലാഭം എടുക്കും, ഇവരുടെ കയ്യിൽ നിന്നുള്ള പൈസ വേണ്ടി കയറിക്കൊള്ളാൻ പറയും, എവിടെയെങ്കിലും ചെന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ യൂറോപ്യൻ കൺട്രീസ് സ്വപ്നം കണ്ടുകൊണ്ട്, ഇല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്തോ വലിയ, ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ അവിടെ സാമ്പത്തിക വശങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസ് ഒക്കെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി നിൽക്കുന്ന രാജ്യങ്ങളാണ്. പല രാജ്യങ്ങളും ഇപ്പൊ തദ്ദേശീയരായവർക്ക് തൊഴിൽ കൊടുക്കാനും അങ്ങനെയുള്ളടത്ത് അവർ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. അവിടേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് പണ്ട് നമ്മുടെ ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നു ഇതേ രീതിയിൽ. അതായത് അവിടെ ഈ മുസ്ലിം മിസൈലും മറ്റുമൊക്കെ പോയിട്ട് അവിടെ ചാടി ഒളിവിൽ നിൽക്കുക, ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ ഇസ്രായേൽ അടക്കം ഒരു രാജ്യം, ഒരു ചെറിയ രാജ്യമാണ്, അവർക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടത്തേക്ക് ഇവർ പോയില്ല, ബംഗ്ലാദേശിയും പാകിസ്ഥാനും അവിടത്തേക്ക് പോയില്ല. അവിടെ കുറച്ച് ഇന്ത്യക്കാരാണ് അവിടെ കൂടുതലും പോകുന്നത്. അവിടെ ആകെ ഒരു ഇന്ത്യക്കാർ കൂടുതൽ കിട്ടുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഈ നഴ്സിംഗ് മേഖലയിലുള്ള ജോലി മാത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ തുറന്നു കാട്ടപ്പെടേണ്ടത് എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു പറയുമ്പോൾ, നരേന്ദ്രമോദി കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു പറയുമ്പോൾ അതിനെയൊക്കെ എതിർക്കുന്നവർ എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് പോലും, ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ കുടിയിറക്കുന്നു, ഇല്ലെങ്കിൽ അവരെ അവിടെ ബോർഡറിൽ കാല് കുത്താൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ആ വാർത്തയുടെ ഏറ്റവും വലിയ ഒരു വശം. ആ വശം കാണാതെ ഈ വാർത്ത പോലും മുക്കിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം അതാണ് നമ്മൾ റോഹിംഗ്യകൾക്ക് വേണ്ടി നമ്മൾ നിലവിളിക്കുന്നു. ഇന്ത്യയിൽ അവർക്ക് സ്ഥിരവാസം കൊടുക്കണം, പൗരത്വം കൊടുക്കണം എന്ന് പറയുന്നു. എടാ, ഇസ്ലാമിക രാജ്യമാണല്ലോ മലേഷ്യ, അവിടെ എന്താ ഇവർ എടുക്കാത്തത്? വേറെ ഏതെങ്കിലും ഒരു അറബ് കൺട്രീസ് ഇവർ എടുക്കുന്നില്ല. ഇനി ആരും എടുക്കുന്നില്ല. സൗദിയിൽ എടുക്കുന്ന ഒരു രാജ്യം, സൗദി പണ്ടേ ഈ ബംഗ്ലാദേശ് പാകിസ്ഥാനെ അവർ എടുക്കലൊക്കെ നിർത്തി. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് എല്ലാവർക്കും അവരുടെ സുരക്ഷയാണ് വേണ്ടത്, അല്ലാതെ ഒരിടത്തേക്ക് ഇടിച്ചു കയറുക, അവിടെ വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാക്കുക,
പിന്നീട് അവിടെ കലാപം ഉണ്ടാക്കി ആ രാജ്യം പിടിച്ചെടുക്കുക. ഇതൊന്നും ഒരു രാജ്യവും വെച്ചു പൊറുപ്പിക്കില്ല. ഇനിയിപ്പോ ഇന്ത്യയിലാണ് കൂടുതൽ കരച്ചിൽ വരുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ കുറെ ദിവസത്തെ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ഇപ്പോൾ അനധികൃതമായി പൊക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ഉം. ദിവസം കൊച്ചിയിൽ നിന്ന് പൊക്കി. അതിന്റെ ഒരു ഓപ്പറേഷൻ ഇന്ത്യ വ്യാപകമായി നടക്കുന്നുണ്ട്. അതൊരു വലിയ പ്രാധാന്യം നേടുന്നില്ലെന്നേ ഉള്ളൂ. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനെക്കുറിച്ച് പെട്ടെന്ന് പരസ്യമായി പ്രതികരിക്കാൻ ഒരു ഭയമുള്ളതുകൊണ്ടാണ് അവർ പ്രതികരിക്കാതിരിക്കുന്നത്. ഉം. പിന്നെ ഈ മറ്റു സംഘടനകൾക്ക് പ്രതികരിക്കാൻ ഒരു ഭയമുണ്ട്, ഈ അനധികൃതമായി വന്നവരെ പുറത്താക്കരുതെന്ന് പറയാനായിട്ട്. ഇത് ഇന്ത്യയിലും നടക്കുന്നുണ്ട്, ഇത് എല്ലാ രാജ്യങ്ങളിലും നടക്കുക തന്നെ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം കുടിയേറ്റം ഒരു രാജ്യവും വെച്ചു കുറിപ്പിക്കുന്നില്ല. ഇനി അതിന്റെ നല്ല വശം എടുത്താൽ, ഇനി ലിബിയയിൽ ബോട്ട് മുങ്ങിയതാണ് തകർന്നതാണെന്ന് വെച്ചാൽ പോലും ലിബിയ പോലൊരു രാജ്യം പോലും ഈ കുടിയേറ്റക്കാരെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ലിബിയയും അല്ല, മലേഷ്യ പോലുള്ള ബോട്ട് രാജ്യങ്ങൾ പോലും. മുങ്ങിയതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം 2023 4200-ലധികം ബംഗ്ലാദേശികളെയാണ് ലിബിയയിൽ നിന്ന് ഈ ഗെയിമിന് വന്നവരെയാണ് പിടിച്ച് പുറത്താക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 2500 പേരാണ് അവിടെ ബോട്ട് മുങ്ങി മരണമടഞ്ഞിരിക്കുന്നത്. 2500 പേര്. അപ്പൊ ഇത് മുക്കുന്നതാണ് എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഈ വ്യക്തമാണ് റോഹിംഗ്യൻസ് ഒക്കെ വ്യക്തമാണ് മലേഷ്യയിലോട്ട് വരുമ്പോൾ മലേഷ്യ ആദ്യം താക്കീത് കൊടുക്കും. എന്തും കയറാൻ വരുമ്പോൾ ബോട്ട് മുക്കുകയല്ലേ മലേഷ്യ ചെയ്യും. സെയിം ആയിട്ട് മുക്കുക മുക്കുക മുക്കുന്നതാണെന്നാണ് അത് തോന്നുന്നത്. അതുകൊണ്ട് അതിഭീകരമായിട്ട് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഓർഡർ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. ചുമ്മാതാ, വെറുതെ വെറുതെ ഒരു അന്വേഷണം നടത്തണം, അല്ല, മനുഷ്യൻ അല്ലെങ്കിൽ ഞങ്ങൾ നടക്കണം മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് മനുഷ്യൻ. നഷ്ടപരിഹാരം നൽകണം ലിബിയയുടെ. ഒന്നാമത് ഈ പാകിസ്ഥാനങ്ങൾ ഗതികെട്ടിരിക്കുന്ന രാജ്യമാണ് ലിബിയ. അതെ അതൊക്കെ എന്ന് അതെ വെച്ചാൽ അവരുടെ ജനങ്ങളെ അങ്ങനെയൊക്കെ കണ്ട് പൊടിയിടുക എന്നുള്ള ഒരു സാധനം മാത്രമാണ്. അതെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ അന്വേഷണം ഏജൻസികൾക്ക് എതിരെ നടത്തുന്നുണ്ട്, നിങ്ങൾ അവിടെ അന്വേഷണം മര്യാദയ്ക്ക് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകൾ ഇതേ തുടർന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു വിജർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.